ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കോഡിംഗ് ഡീകോഡിംഗ് എന്നുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ലൈറ്റിന് ഈ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോഡിംഗ് ടൈപ്പ് ആയിരിക്കും. ഒരു സംഭവത്തിനെ ഒരു സംഭവമാക്കി പറയുകയാണെങ്കിൽ ഇപ്പൊ ലൈറ്റ് ഈസ് ടു എൽ ആണെങ്കിൽ മോർണിംഗ് ഈസ് ടു എം ആണെങ്കിൽ നൈറ്റ് ഈസ് ടു എന്താണ്. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് ലെറ്റർ ആണ്, അപ്പൊ അത് എൻ ആണ്. ആ രീതിയിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലൈറ്റ് ഈസ് കോൾഡ് മോർണിംഗ്. Dark is called night. Is called sunshine, and sunshine is called dusk. When do we sleep? അപ്പൊ ലൈറ്റിനെ മോർണിംഗ് എന്ന് വിളിക്കും, മോർണിംഗിനെ ഡാർക്ക് എന്ന് വിളിക്കും, ഡാർക്കിനെ നൈറ്റ് എന്ന് വിളിക്കും, നൈറ്റിനെ സൺഷൈൻ എന്ന് വിളിക്കും, സൺഷൈനെ ഡസ്ക് എന്ന് വിളിക്കും. നമ്മൾ എപ്പോഴാണ് ഉറങ്ങാനാണ്, നമ്മൾ ഉറങ്ങുന്നത് നൈറ്റിലാണ്, നൈറ്റിനെ സൺഷൈൻ എന്നാണ് വിളിക്കുക. അപ്പോ നമ്മൾ കറക്റ്റ് ആൻസർ സൺഷൈൻ. സൺഷൈൻ ബ്രൈറ്റ്ലി, അതിനെ നമ്മൾ എഴുതുന്നത് ബാലോസൽ. ഹൗസസ് ആർ ബ്രൈറ്റ്ലി ലിറ്റ്, കാഡോ ഉലോ അരി ബാനാണ്. ഇതിന് മീനിങ് ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഇത് വെച്ചിട്ട് കോഡ് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ലൈറ്റ് കംസ് ഫ്രം സൺ, ഡോപ്പി കപ്ലോ നോറിനാണ്. ഇത് വെച്ചിട്ട് സണ്ണും സൺ ആൻഡ് ബ്രൈറ്റ്ലി എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സണ്ണിന്റെയും ബ്രൈറ്റ്ലിയുടെയും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നോക്കുക, സൺ ഉള്ളത് ആദ്യത്തേതിലും മൂന്നാമത്തേതിലുമാണ്. അപ്പൊ അതിൽ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ലോ. അപ്പൊ സണ്ണിന് ലോ. ഇനി ബ്രൈറ്റ്ലി, ബ്രൈറ്റ്ലി ഒന്നാമത്തേലും രണ്ടാമത്തേലും ആണ് കോമൺ ആയിട്ട് വരുന്നത്. അതിൽ കോമൺ ആയിട്ട് വരുന്നത് ബാ. അപ്പൊ ലോ ബാ ആയിരിക്കും ആൻസർ. In a certain code, 247 means spread red carpet. 236 means dust one carpet. 234 means one red carpet. What digit is that? The mean dust. അപ്പൊ ഡസ്റ്റ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ കാർപ്പറ്റ് നോക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ഓർഡറിലായിരിക്കില്ല, ഇത് ഈ നമ്പറിന് കറസ്പോണ്ടിങ് ആയിരിക്കില്ല. ആദ്യത്തെ രണ്ടെണ്ണത്തിലും കാർപ്പറ്റ് ഉണ്ട്, അപ്പൊ കാർപ്പറ്റ് 2 ആണ്. മൂന്നെണ്ണത്തിലും കാർപ്പറ്റ് ഉണ്ട്, അപ്പൊ കാർപ്പറ്റ് 2 ആണ്. ഇനി റെഡ് ആദ്യത്തേലും രണ്ടാമത്തേലും റെഡ് ഉണ്ട്, അപ്പൊ റെഡ് എന്ന് പറഞ്ഞാൽ 4 ആണ്. കാർപ്പറ്റ് 2 ആയി, റെഡ് 4 ആയി. ഇനി നമുക്ക് വേണ്ടത് ഡസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ 1 നോക്കുക, 1 ഇതിലും ഉണ്ട്. അപ്പൊ അതിലും ഇതിലും കോമൺ ആയിട്ട് വരുന്നത് 3 ആണ്. അപ്പൊ 3 അല്ല 2 അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ ഡി 6 ആയിരിക്കും ഡസ്റ്റ്. In a certain code language, 134 means good and tasty. 478 means see good pictures. 729 means pictures are faint. Which of the following numerical symbols stands for C? അപ്പോ ഗുഡ് എന്ന് പറഞ്ഞ ഈ ആദ്യത്തേലും രണ്ടാമത്തേലും കോമൺ ആയിട്ട് വരുമ്പോ അത് ഗുഡ് 4. സി എന്ന് പറയുന്നത് പിക്ചേഴ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തേലും മൂന്നാമത്തേലും കോമൺ ആയിട്ട് വരുന്നോണ്ട് പിക്ചേഴ്സ് 7. പിക്ചേഴ്സ് 7ഉം സി പിക്ചേഴ്സ് 7ഉം ഗുഡ് 4ഉം. അപ്പോ സി എന്ന് പറയുന്നത് 8, ഓപ്ഷൻ ഡി 8. In a certain coding system, 816321 means the brown dog frightened the cat. 64851 means the frightened cat ran away. 7621 means the cat was brown. 341 means the dog ran. What is the code for frightened? അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേതിലും രണ്ടാമത്തേതിലും കോമൺ ആയിട്ട് ഇവിടെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഡോഗ് കോമൺ ആയിട്ട് വരുന്നത് അവസാനത്തെ നാലാമത്തതിലും ആദ്യത്തേതിലും. അപ്പൊ ഡോഗ് എന്ന് പറയുന്നത്
ദാ 1 ആണ്. കാരണം ആദ്യത്തിൽ 2 1 വരുന്നുണ്ട്, 2 ദാ വരുന്നുണ്ട്. അപ്പൊ ദാ 1 ആണ്. 3ഉം 4ഉം അതിൽ ഏതാ ഡോഗ് ഏതാ റാൻ എന്ന്. ഇവിടെ ഡോഗും 3ഉം വന്നോണ്ട് 3 ഡോഗ്. ഇനി 3 ഡോഗ് ആയി കഴിഞ്ഞാൽ റാൻ 4. റാൻ 4. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഇതിലെ ദാ കിട്ടി, ഡോഗ് കിട്ടി. ഇനി ഇവിടുന്ന് ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് ഈ മൂന്നെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്നത് 6 ആണ്. 6 അല്ലേ? അതെ 6 ആണ്. അപ്പൊ 6 കാറ്റ്. 6 കാറ്റ്. അപ്പൊ ദാ ആയി, കാറ്റായി. ഇനി വാസ്. വാസ് ഇതിൽ ഏതിലും ഇല്ലാത്തതാണ്. അപ്പൊ വാസ് 7. ഇനി അപ്പൊ ബ്രൗണ് 2. ബ്രൗണ് 2 ആകുമ്പോ ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഈ സെന്റൻസിനാണ് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ സെന്റൻസിനാണ് നമുക്ക് ഫ്രൈറ്റൻഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബ്രൗണ് കിട്ടി, ഡോഗ് കിട്ടി, ദാ കിട്ടി, കാറ്റ് കിട്ടി, എല്ലാം കിട്ടി. അപ്പൊ ഇതിൽ ഏതും ഇല്ലാത്തത് 8 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 8. അപ്പൊ ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കോമൺ ആയിട്ടുള്ളത് വെച്ചിട്ട് ഓരോന്ന് കണ്ടുപിടിച്ച് വന്നു കഴിഞ്ഞാൽ അവസാനത്തത് കിട്ടും. ജസ്റ്റ് ലോജിക് അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഫ്രൈറ്റൻഡ് 8 ആണ്. അടുത്തത് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോഡ് ഫോർ എവേ ആണ്. അപ്പോ എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്രൈറ്റൻഡ് 8 ആണ്, കാറ്റ് 6 ആണ്, റാന് 4 ആണ്, ദ 1 ആണ്. അപ്പോ ഇത് എവേ പറയുന്നത് 5 ആയിരിക്കും. ഇതിപ്പോ ഞാൻ നേരത്തെ സെയിം കോഡിങ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ അത്രയും പണി ആദ്യം ചെയ്യേണ്ടി വരും. അടുത്തത് ബ്രൗണ്. ബ്രൗണ് 2 ആണ്. അടുത്തത് in a code language 256 means you are good, 637 means we are bad, 358 means good and bad. What is the code of ant? അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മള് ആദ്യം ആൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 6 നോക്കാം. 6 കോമൺ ആയിട്ട് വരുന്നത് ഇതിലും ഇതിലുമാണ്. അപ്പൊ 6 6. ഇനി ഗുഡ് ഇതിലും കോമൺ ആയിട്ട് വരുമ്പോ ഗുഡ് 5. അവസാനം അത് കഴിഞ്ഞിട്ട് യു പറയുന്നത് ഇതിലും മാത്രം ഉള്ളത്. അപ്പോ ഗുഡ്, അപ്പൊ U2. അത് കഴിഞ്ഞിട്ട് ബാഡ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ 3. അത് കഴിഞ്ഞ് വി എന്ന് പറയുന്നത് ഇവിടെ മാത്രം ഉള്ളത്. അപ്പൊ V7. അപ്പൊ അതിന് നമുക്ക് 8 ആണ് ആൻഡിന് കിട്ടുക. ഡൽഹി ഈസ് കോഡഡ് ആസ് 73541. കൊൽക്കത്ത 82589662. കാലിക്കറ്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്. ഓരോ ലെറ്ററിനും ഡിക്ക് 7, ഇക്ക് 3, എല്ലിന് 5, എച്ചിന് 4, ഐക്ക് 1, സിക്ക് 8, എക്ക് 2, യുക്ക് 9, ടിക്ക് 6. അതിനനുസരിച്ച് കാലിക്കറ്റ് എഴുതിയാൽ മതി. അപ്പൊ 8251896 എന്ന് കിട്ടും. ഇനി ഒരു സിമിലർ ചോദ്യമാണ്.
റോസിന് 8621, ചെയറിന് 73456, പ്രീച്ചിന് 961473. സെർച്ച് എന്താണെന്ന് ഓരോന്നും ഇത് വെച്ചിട്ട് എഴുതി നോക്കാം. അപ്പൊ ആറിന് 6, ഓക്ക് 8, എസിന് 2, ഇക്ക് 1, സിക്ക് 7, എച്ചിന് 3, എക്ക് 4, ഐക്ക് 5, പിക്ക് 9. അപ്പൊ സെർച്ചിന് 214673. അപ്പൊ ഇത്ര ഇതിലുള്ളൂ. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.